മലയാളം സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇപ്പോൾ 300 കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോക. ഒരു എക്സ്പെക്റ്റഡ് സിനിമ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത് നോർമലായിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ യൂഷ്വലാണ്. കാരണം ഇപ്പോൾ ഇന്നലെ വരെ എമ്പുരാനായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മലയാളത്തിലുണ്ടായിരുന്നു. കാരണം ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നതായിരുന്നു എമ്പുരാൻ. പിന്നെ അത് പോരാതെ അതിൻ്റെ അകത്ത് ലാലേട്ടൻ, പൃഥ്വിരാജ്, മുരളി ഗോപി, ആശീർവാദ് സിനിമാസ് തുടങ്ങിയ ബിഗ്ഗർ നെയിംസ് ആയിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആ സിനിമ എക്സ്പെക്റ്റഡ് ആയിരുന്നു. എത്രത്തോളം ആ സിനിമ കളക്ട് ചെയ്യുമെന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ടിണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോക സിനിമയുടെ കേസിലേക്ക് വരുമ്പോൾ ദർ വർ നോ എക്സ്പെക്റ്റേഷൻസ്. കാരണം ഒരു സാധാരണ സിനിമയായിട്ടാണ് അവരിതിനെ മാർക്കറ്റ് ചെയ്തതും. അതിൻ്റെ ട്രെയിലർ ആയിക്കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും ഒരു നോർമൽ മൂവി വരുന്ന ഓളം മാത്രമേ ആ സിനിമ തിയേറ്ററിൽ എത്തുന്ന വരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഫ്രം ഡേ 1 സംതിങ് കിക്ക് സ്റ്റാർട്ടഡ്. എന്തോ ആ സിനിമയ്ക്ക് ഒരു ബൂമിങ് സംഭവിക്കുകയാണ് ആ സിനിമയുടെ ഹോൾ കാര്യത്തിൽ. ഓഗസ്റ്റ് 28 ഈ സിനിമ കാണാൻ തിയേറ്ററിൽ കയറി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമ വന്നത്. കാരണം കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കല്യാണി, നെസ്ലിൻ, അവർ നമുക്ക് ട്രെയിലറിലൂടെയൊക്കെ തന്ന കാസ്റ്റ് ഇതായിരുന്നു. പിന്നെ ചന്തു, നിഷാന്ത് സാഗർ, പിന്നെ അരുൺ കുര്യൻ, ഇവരൊക്കെയാണ് നമുക്ക് ട്രെയിലറിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത്. അവരൊക്കെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവർ ഒളിപ്പിച്ച് വെച്ച കുറച്ച് സർപ്രൈസുകൾ, കുറച്ച് ക്യാമിയോസ്, അതിങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് തുടരെ 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ് എന്ന് പറഞ്ഞാൽ അവർ എറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭീകരമായിരുന്നു. ഇതിനെല്ലാം പുറമെ എ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഇൻ മലയാളം സിനിമ. ദിസ് ഈസ് ലിറ്ററലി എ മാർവൽ മൊമെൻറ്റ് ഫോർ എവറി മലയാളി. മലയാളത്തിൽ ആദ്യമായിട്ടല്ല ഒരു സൂപ്പർ ഹീറോ സിനിമ വരുന്നതും ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും. മിന്നൽ മുരളി വന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. തിയേറ്ററിൽ അല്ലെങ്കിൽ പോലും OTT വന്ന സമയത്ത് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആ സിനിമ സ്വീകരിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആ യൂണിവേഴ്സിലാണെന്ന് പറഞ്ഞ് കുറച്ച് സിനിമകൾ വരെയുണ്ടായി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, പിന്നെ ഇപ്പം ക്യാപ്റ്റൻ രാജ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരുന്നുണ്ടെന്ന് പറഞ്ഞു, ജാംബി. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എത്ര മലയാളികൾക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സ് ഇവിടെയുള്ള കാര്യം അറിയാമെന്ന് എനിക്കറിയില്ല. മിന്നൽ മുരളിയിൽ നിന്ന് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലേക്ക് എത്തിയപ്പോൾ ഒരു ചാക്ക് കഷ്ണം കയറി തലയിലൂടെ ഇട്ടിട്ട് അത് നമ്മളോടൊരു യൂണിവേഴ്സ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമകൾക്കൊന്നും നമ്മളധികം പേരൊന്നും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമകളൊക്കെ ഓരോ ഇൻഡിപെൻഡൻറ്റ് മൂവീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അതിൻ്റെ വേൾഡ് ബിൽഡിംഗ് തന്നെയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകയിലേക്ക് വന്നപ്പോൾ ഒരു സ്ട്രോങ് വേൾഡ് ബിൽഡിംഗ് നമുക്കവിടെ കാണാൻ പറ്റി. കാരണം ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പോൾ ചാർലി, മൈക്കിൾ, മൂത്തോൻ, ഇഷ്താർ, നീലി എന്ന് തുടങ്ങിയ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് അവർ അതിൻ്റെ ഒരു ഹ്യൂജ് വേൾഡ് നമ്മുടെ മുമ്പിലേക്ക് അവർ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആരാണ് വരാനുള്ളത്, ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് നമുക്കറിയാം ഇതിലുള്ള ആളുകളെ. അപ്പോൾ ഇനി അവരുടെ വരവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുകൾക്ക് വേണ്ടി നമ്മൾ അത്രയും ക്യൂരിയോസിറ്റിയോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. വേൾഡ് ബിൽഡിംഗ് കൂടാതെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള മിത്സുകൾ, ഫോക്ലോറുകൾ ഒക്കെയാണ് അവർ ഈ ഹ്യൂജ് വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത്. കാരണം കള്ളിയങ്കാട്ട് നീലിനെ അറിയാത്ത ആരാണുള്ളത്, ചാത്തൻ അറിയാത്ത ആരാണുള്ളത്, ഒടിയൻ അറിയാത്ത ആരാണുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടുള്ള കഥകളിലെ ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ച് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത് നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തരുമ്പോൾ നമ്മൾ അത്രയും അതിനോട് ഇമോഷണലി കണക്റ്റഡ് ആണ്. മാത്രമല്ല അതിലൂടെ ഇനി വരുന്ന പാർട്ടുകൾ കാണാൻ നമ്മൾ ഒരുപാട് എക്സൈറ്റഡുമാണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വേൾഡ് ബിൽഡ് ചെയ്ത് പിന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നിരിക്കണം അവരുടെ മുന്നിലുണ്ടായിരുന്ന ചാലഞ്ച്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വിഷൻ തന്നെയാണ് ഇതിനെത്രയും സക്സസ്ഫുൾ ആക്കി മാറ്റിയതെന്ന് നമുക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ടെക്നീഷ്യൻസ്, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, VFX. കാരണം 500 കോടിക്ക് ആദിപുരുഷെടുത്ത് ഇന്ത്യയിൽ തന്നെയാണ് 30 കോടിക്ക് ലോക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നപ്പോഴാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റ്, ഒരു ഔട്ട്പുട്ട് നമ്മുടെ മുമ്പിൽ എത്തിയത്. വിഷ്വലി ആയാലും സ്റ്റോറി ടെല്ലിങ്ങിലായാലും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സിനിമ
മുമ്പോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ ഒരു റിപ്പീറ്റ് വാച്ചിനുള്ള ഒരു സംഗതിയും കൂടെ നമ്മുടെ മുന്നിലോട്ട് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വീണ്ടും വീണ്ടും തിയേറ്ററിൽ കയറി ഈ സിനിമ കാണുന്നതുകൊണ്ട് തന്നെയാണ് ഇറ്റ് സ്റ്റിൽ കളക്റ്റിംഗ്. ചിലപ്പോൾ ഇനി ഈ ഒരു ജോൺറയിലുള്ള സിനിമകൾ ലോകയ്ക്ക് മുൻപും ലോകയ്ക്ക് ശേഷവും എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെടാനൊക്കെ സാധ്യതകളുണ്ട്. അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ഈ സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയത്. ഹോളിവുഡിൽ DC-യും മാർവലും ഒക്കെ ഉള്ളതുപോലെ നമുക്കും ഇപ്പോൾ അഭിമാനിക്കാൻ ലോകമുണ്ട്. ആ ലോകം ഇപ്പോൾ 300 കോടി കളക്ഷൻ ആവാൻ പോവുകയാണ്. എല്ലാവരും ആ സിനിമ പറ്റുവാണെങ്കിൽ ഒന്നും കൂടെ തിയേറ്ററിൽ പോയി കാണാം. ഞാൻ എന്തായാലും നാളെ ഒന്നും കൂടെ പോകുന്നുണ്ട്. കാരണം ഈ സിനിമ എത്ര കണ്ടിട്ടും മടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബൈ.